GSTയുടെ 12-28 സ്ലാബുകൾ എടുത്തു കളയാനുള്ള നടപടികൾ പുതിയ ഗതിവേഗത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് ബീഹാർ ഉപമുഖ്യമന്ത്രി അധ്യക്ഷനായ 6-അംഗ മന്ത്രിതല സമിതി യോഗത്തിന്റെ അംഗീകാരം. സമിതിയിൽ കേരള ധനമന്ത്രി KN ബാലഗോപാലും അംഗമാണ്. ഓൺലൈൻ ഗെയിമിംഗ് ചൂതാട്ടം നിരോധിക്കുന്നതിൽ ഈ രംഗത്തെ വിവിധ കമ്പനികൾ കടുത്ത പ്രതിഷേധത്തിൽ. എന്നാൽ റിയൽ മണി ഗെയിമിംഗിലൂടെ വർഷം തോറും 45 കോടിയോളം പേർക്ക് 20,000 കോടി രൂപ നഷ്ടമാകുന്നതായി സർക്കാർ കണക്കുകൾ. ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ ലോക്സഭ പാസാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. പ്രളയക്കെടുതിയിൽ നിറം കെട്ടുപോയ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഭിന്നമായി ഇത്തവണ കേരളത്തിൽ ഓണക്കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരി വ്യവസായികൾ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബിസിനസ് സീസണാണ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നത്. ഷോപ്പിംഗ്, ഹോട്ടൽ, കാറ്ററിംഗ് തുടങ്ങി പരസ്യക്കാർ മുതൽ വ്ളോഗർമാർ വരെ വലിയ പ്രതീക്ഷയിൽ. ഉപയോക്താക്കൾ ഡിസ്കൗണ്ട് പ്രതീക്ഷയിൽ. ഓണക്കാല ചെലവുകൾ മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം. ബിൽ മാറുന്നതിന്റെ പരിധി 25-ൽ നിന്ന് 10 ലക്ഷം രൂപയായി കുറച്ചു. ഓണച്ചെലവുകൾക്കായി ഈ മാസം 26-നും സെപ്റ്റംബർ 2-നുമായി കടപ്പത്രമിറക്കുകയാണ് കേരളം. MR എന്റർടൈൻമെന്റിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പാർട്ണറായി മെയ്ക്ക് മൈ ട്രിപ്പിനെ നിയോഗിച്ചു. ദുബൈയിലെ ബുർജ് ഖലീഫ, അണ്ടർ വാട്ടർ സൂ പോലുള്ള ആകർഷക കേന്ദ്രങ്ങളിലേക്ക് ഈസിയായി മെയ്ക്ക് മൈ ട്രിപ്പിലൂടെ ബുക്ക് ചെയ്യാനും യാത്ര പോകാനും ഇന്ത്യക്കാർക്ക് ഇനി സാധിക്കും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.